അസ്സലാമു അലൈക്കും. 2 ദിവസങ്ങൾക്ക് മുമ്പാണ് സിറാജുദ്ദീൻ കാസിമി ഉസ്താദ് എന്ന് പറയുന്ന ഒരുപക്ഷെ നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന ആ മതപ്രഭാഷകൻ, അദ്ദേഹത്തിൻ്റെ രോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തത്. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ആ രോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആ ഒരു വീഡിയോ ആദ്യമായി ചെയ്തത് ഞാനാണെന്ന് പറഞ്ഞു വെക്കേണ്ടി വരും. ഞാൻ ചെയ്ത ആ വീഡിയോ ലക്ഷക്കണക്കിന് ആളുകളാണ് കണ്ടത്. ഏകദേശം 5 ലക്ഷത്തിൽ മുകളിൽ ആളുകൾ ആ വീഡിയോ ഇതിനോടകം തന്നെ കണ്ടു കഴിഞ്ഞു. അതിന് താഴെ വരുന്ന കമൻറ്റുകൾ കണ്ടു കഴിഞ്ഞാൽ കണ്ണ് നിറഞ്ഞു പോകും. ഒരുപാട് ആളുകൾ ഉസ്താദിന് വേണ്ടി, ഉസ്താദിൻ്റെ രോഗം മാറാൻ വേണ്ടി ഒരുപാട് ആളുകൾ ഇങ്ങനെ ദുആ ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ ഉസ്താദിന് എന്തു പറ്റി? ഞങ്ങൾ ഉസ്താദിൻ്റെ പ്രഭാഷണങ്ങൾ സ്ഥിരമായി കേൾക്കുന്ന വ്യക്തികളാണ്. ഉസ്താദിൻ്റെ എല്ലാവിധ രോഗങ്ങളും പ്രയാസങ്ങളും മാറ്റിക്കൊടുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വളരെയധികം വേദനയോടുകൂടി, സങ്കടത്തോടുകൂടി ദുആ ചെയ്യുന്ന ഒരുപാട് ആളുകൾ. ആ കമൻറ്റുകളിൽ ഉസ്താദിനെ അവർ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന്, ഉസ്താദിൻ്റെ പ്രഭാഷണങ്ങൾ, ഉസ്താദിൻ്റെ ആ കണ്ണീരിൽ കുതിർന്ന ഓരോ ദുആകളും അവരെത്രമാത്രം ഇഷ്ടപ്പെട്ടിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നോക്കൂ, ഞാൻ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു മതപണ്ഡിതനാണ് അദ്ദേഹം. എനിക്ക് അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രഭാഷണങ്ങൾ, അദ്ദേഹത്തിൻ്റെ പ്രഭാഷണ ശൈലികൾ, ഓരോ മനസ്സിൽ തട്ടിയുള്ള ഓരോ വാക്കുകൾ അതെന്നെ വല്ലാതെ ഇഷ്ടപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു വാർത്ത എന്നെ വല്ലാതെ സങ്കടപ്പെടുത്തിയത്. ഞാനിങ്ങനെ ഫേസ്ബുക്കിലൂടെ ഇങ്ങനെ നോക്കിപ്പോകുന്ന സമയത്താണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്. അതായത് ഞാനിങ്ങനെ രോഗാവസ്ഥയിലാണ്, ചെറിയൊരു ആരോഗ്യ പ്രശ്നം കാരണത്താൽ എറണാകുളത്തെ ലൂർദ് ഹോസ്പിറ്റലിൽ ഞാൻ ചികിത്സയിലാണ് എന്നുള്ള ആ വേദനിപ്പിക്കുന്ന ഒരു വാർത്ത, ഒരു പോസ്റ്റ് അദ്ദേഹം കുറിച്ചത്. ഏതായാലും ഒരുപാട് ആളുകളുടെ പ്രാർത്ഥന ഉസ്താദിനെ ലഭിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. നോക്കൂ, ഞാൻ ചെയ്ത ആ വീഡിയോയ്ക്ക് താഴെ നിരവധി ആളുകൾ, ഒരുപാട് ആളുകൾ ഇങ്ങനെ ഉസ്താദിന് എന്താണോ പറ്റിയത്, എന്താണ് ഉസ്താദിൻ്റെ രോഗം, എന്താണ് പ്രയാസം, അങ്ങനെയുള്ള നിരന്തരമായ ഒരുപാട് കമൻറ്റുകൾ കാണാൻ സാധിച്ചു. ഉസ്താദിനെ അത്രത്തോളം ഇഷ്ടപ്പെടുന്നവരാണ് അത്തരത്തിൽ കമൻറ്റ് ചെയ്തത് എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. നോക്കൂ, സിറാജുദ്ദീൻ ഉസ്താദ് അദ്ദേഹം ആ ഒരു രോഗവിവരവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആ ഒരു പോസ്റ്റ് ഇടുന്നത് 10-ാം തീയതിയാണ്, അതായത് സെപ്റ്റംബർ 10-ാം തീയതി. പക്ഷേ ഞാൻ ആ വീഡിയോ ചെയ്യുന്നത് സെപ്റ്റംബർ 17-ാം തീയതിയാണ്. അതായത് ഉസ്താദ് ഹോസ്പിറ്റലൈസ്ഡ് ആയതിനു ശേഷം ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഞാൻ ആ ഒരു വിഷയത്തെക്കുറിച്ച് ഞാൻ പ്രതിപാദിക്കുന്നത്. അതായത് ഏകദേശം ഒരാഴ്ചയോളം ഉസ്താദ് ഹോസ്പിറ്റലിലായ കാര്യം അധികമാരും അറിഞ്ഞില്ല എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് പിന്നീട് ഞാൻ വീഡിയോ ചെയ്തതിനു ശേഷമാണ് നിരന്തരമായി കൊണ്ട് നിരവധി ആളുകൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വീഡിയോകൾ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. ഇവിടെ നാം മനസ്സിലാക്കേണ്ട കാര്യം, ഉസ്താദിന് എന്താണ് രോഗമെന്നുള്ളത് ഉസ്താദ് എവിടെയും പറയാത്തിടത്തോളം കാലം നമുക്ക് ഇന്നതാണ് രോഗം, ഇന്നതാണ് അസുഖമെന്ന് നമുക്കാർക്കും പറയാനും സാധിക്കില്ല. നോക്കി, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് ആളുകൾ ഉസ്താദിന് ക്യാൻസറാണ്, അങ്ങനെ വളരെയധികം മോശമായ രീതിയിൽ പോലും ഇത്തരം ഒരു കാര്യത്തെ വളച്ചൊടിക്കുന്നു എന്നുള്ളതാണ്. നോക്കൊരു രോഗിയായ ഒരു മനുഷ്യനെന്ന പരിഗണന പോലും കൊടുക്കാതെ, അതും ഒരു മതപണ്ഡിതനാണ്, ഒരു മതപ്രഭാഷകനാണ്, അതുപോലും നോക്കിക്കാണാതെയാണ് പല ആളുകളും ഒരുപക്ഷെ റീച്ചിന് വേണ്ടിയാകാം, മറ്റേതോ വിഷയത്തിന് വേണ്ടിയാകാം അദ്ദേഹത്തെ അവഹേളിക്കുന്ന, അദ്ദേഹത്തിന് ഇങ്ങനെ രോഗമാണ്, ക്യാൻസർ രോഗമാണ് എന്നുള്ള തരത്തിൽ ഒരുപാട് ഫേക്ക് ന്യൂസുകളും മറ്റുമൊക്കെ പ്രചരിപ്പിക്കുന്നുണ്ട്. നോക്ക്, ഉസ്താദിൻ്റെ ഈ ഒരു രോഗവിവരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2 വോയിസ് ക്ലിപ്പുകളും ഒരു വീഡിയോയും ഞാനതിൽ കാണിക്കാം. അത് കേൾക്കുമ്പോൾ ഉസ്താദിനെ ഈ പറയപ്പെടുന്ന തരത്തിലുള്ള വലിയ മാരകമായ രോഗങ്ങളോ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള അസുഖങ്ങളോ ഒന്നുമല്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അദ്ദേഹത്തിനൊരു നടുവുവേദന അല്ലെങ്കിൽ ഡിസ്കിന് ചെറിയ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സിറാജുദ്ദീൻ കാസിമി ഉസ്താദ് എന്താണ് രോഗമെന്ന് എവിടെയും പറഞ്ഞു വെച്ചിട്ടില്ല. നേരെ മറിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ ക്ലിപ്പ് ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ കാണിച്ചിരുന്നു. അതിൽ ഉസ്താദ് പറയുന്നുണ്ട്, എനിക്ക് നിസ്കരിക്കാൻ പോലും സാധിക്കുന്നില്ല എന്ന് പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം. അതിന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള നടുവുവേദന, അത്തരത്തിലൊരു പ്രയാസം അദ്ദേഹം അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നോക്ക്, എന്തായാലും ഞാൻ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്ന ഒരു വോയിസ് ക്ലിപ്പ് ഞാനൊന്ന് കാണിക്കാം. ഉച്ച ഫോണാക്കി പിന്നെ ഒസ്താദ് ഹോസ്പിറ്റൽ ഉണ്ട്. പിന്നെ ഈ സീരിയസ് ಅದೆಲ್ಲ ಬರ್ತದೆ. ನನಗೆ ಡಿಸ್ಕ್ ಪ್ರಾಬ್ಲಮ್, ನಿಸ್ಕರಿಕೋಲ್ಲ ತೆಕ್ಕೋಗಲ್ಲ ಅವಳೆ ನನ್ನ ಜನ್ನಾಲ್ತೆ ಗೊಂತಾವು ಸರ್ಜರಿ ಆಪರೇಷನ್ ಬೇನೆ ಅದರವರು ಭಯಂಕರ ನಿಸ್ಕರಿಕ ಅವಳೆ ನಾನು ಇನ್ಶಾಲ್ಲ ನಾರ್ಮಲ್ ಆയിട്ട് ಬೆಡ್ಲೆ ಉಂಡು, ಹಾಸ್ಪಿಟಲ್ ಉಂಡು, ഇതിലെ ഉണ്ട്. ഇൻഷാല്ല ദുആർക്ക് ചമത്തു അങ്ങനത്തൊന്നും ഇതില്ല. ഇങ്ങനെ വെറുതെ ICU ഉണ്ട്, അതെല്ലാം വെറുതെ ഹോസ്പിറ്റൽ. ഇതിനകത്ത് ആ സഹോദരൻ പറഞ്ഞു വെക്കുന്നത് അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള സീരിയസ് ആയിട്ടുള്ള രോഗമൊന്നും തന്നെയില്ല, നേരെ മറിച്ച് അദ്ദേഹത്തിന് ഡിസ്കിന് ചെറിയ പ്രശ്നങ്ങളുണ്ട് എന്നാണ് പറഞ്ഞു വെക്കുന്നത്. ഇനി ഇതോടൊപ്പം തന്നെ സിറാജുദ്ദീൻ കാസിമി ഉസ്താദിന്റെ സഹോദരൻ തന്നെ അദ്ദേഹം ഒരു വോയിസ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുറത്തുവിടുകയുണ്ടായി. അതുകൂടി ഞാനൊന്ന് കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇങ്ങനെ ഒരു വോയിസ് വരാനുള്ള കാരണം എൻ്റെ പ്രിയപ്പെട്ട അനിയൻ ബഹുമാനപ്പെട്ട സിറാജുദ്ദീൻ കാസിമി ഉസ്താദ് അവർ നടുവേദനയുമായി ബന്ധപ്പെട്ട് എറണാകുളം ലൂർദ് ഹോസ്പിറ്റലിൽ 2 ദിവസമായി അഡ്മിറ്റാണ്. നിങ്ങളോട് അദ്ദേഹത്തിൻ്റെ രോഗശമനത്തിന് വേണ്ടി ദുആ കൊണ്ട് വസിയത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ വോയിസിൽ വന്നത്. നിങ്ങളെല്ലാവരും കഴിയുന്നവരെല്ലാം നാളെ മഗ്‌രിബ് നമസ്കാരത്തിന് മുമ്പായി
സൂറത്തുൽ ഫലക്കും സൂറത്തുൽ നാസും ഒരു 99 പ്രാവശ്യം ഓതിയിട്ട് ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകളുടെ രോഗശമനത്തിന് വേണ്ടി ആത്മാർത്ഥമായി നിങ്ങളെല്ലാം ഒന്ന് ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചൊല്ലിയ സ്വലാത്തുൽ ഫാത്തിഹിന്റെയും ഇഖ്ലാസിന്റെയും എല്ലാവിധ സ്വാലിഹായ അമലുകളുടെയും ബർക്കത്ത് കൊണ്ട് അല്ലാഹു സിറാജ് ഉസ്താദിന്റെയും നമ്മുടെയും എല്ലാ രോഗങ്ങളും അല്ലാഹു തആല ശിഫയാക്കി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ വേദനകളും പ്രയാസങ്ങളും അല്ലാഹു നമ്മുടെയും അവരുടെയും ഒക്കെ മാറ്റി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എത്രയും വേഗം ഉസ്താദിന്റെ ആ വേദനയും പ്രയാസവും ഒക്കെ മാറി ഇനിയും ദീർഘനാൾ ദീനീ രംഗത്ത് ദീനിന്റെ ഇൽമുകൾ പറഞ്ഞു കൊടുക്കാൻ പ്രഭാഷണ രംഗത്ത് തിരിച്ചു വരാൻ ധാരാളം പരിപാടികളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് ക്യാൻസലാക്കിയിട്ടുണ്ട്. ഉസ്താദിന്റെ ആഫിയത്തിനു വേണ്ടി, ആരോഗ്യത്തിനു വേണ്ടി, ഉസ്താദിന്റെ ആ പ്രയാസവും വേദനയും ഒക്കെ ഒന്ന് മാറിക്കിട്ടാൻ നിങ്ങളുടെ കുടുംബത്തിലെ ഒരംഗം എന്നുള്ള നിലയിൽ, നിങ്ങളുടെ ഒരു കൂടപ്പിറപ്പ് എന്ന നിലയിൽ നിങ്ങളെല്ലാവരും ഉസ്താദിന് വേണ്ടി ആത്മാർത്ഥമായി ദുആ ചെയ്യണം. ദുആ ചെയ്യുമ്പോൾ ഈ 2 സൂറത്തുകൾ 99 പ്രാവശ്യം ഓതിയിട്ട് ആത്മാർത്ഥമായി ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്യുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേട്ടില്ല ആ വോയിസ്? അതിനകത്ത് അദ്ദേഹം കൃത്യമായി പറഞ്ഞു വെക്കുന്നുണ്ട്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ സിറാജുദ്ദീൻ കാസിമി ഉസ്താദിന് നടുവേദനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം ഈ പറയപ്പെടുന്ന ലൂർദ് ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ് എന്നുള്ള കാര്യം അദ്ദേഹം പറഞ്ഞു വയ്ക്കുകയാണ്. ഈ 2 വോയിസിൽ നിന്ന് നമുക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. അദ്ദേഹത്തിന് നടുവേദനയാണ് പ്രധാനമായ പ്രശ്നമെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് സിറാജുദ്ദീൻ കാസിമി ഉസ്താദും വളരെയധികം വേദനയോടുകൂടി കരഞ്ഞുകൊണ്ട് പ്രയാസത്തോടെ എനിക്ക് നിസ്കരിക്കാൻ സാധിക്കുന്നില്ല, എൻ്റെ എല്ലാ അസുഖങ്ങളും മാറ്റിത്താ പടച്ചവനെ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ചെറുപ്പക്കാരൻ്റെ ഒരു വീഡിയോ അതുകൂടി ഞാനൊന്ന് കാണിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വതആല വബറകാതുഹു. സിറാജ് ഉസ്താദിനെ കുറിച്ച് ഒരുപാട് ഗ്രൂപ്പുകളിലൊക്കെ ഒരുപാട് ചർച്ചകളായിക്കൊണ്ട് ഒരുപാട് അനാവശ്യക മെസ്സേജൊക്കെ ഷെയർ ആയിട്ടുണ്ട്. സിറാജുദ്ദീൻ കാസിം ഉസ്താദ് നിഗാ ചികിത്സയിലുണ്ട്, സിറാജ് ഉസ്താദ് നിഗാ ചികിത്സ എടുത്തുകൊണ്ടുണ്ട്, ഇങ്ങനെ ഒരുപാട് പോസ്റ്ററുകളൊക്കെ ഗ്രൂപ്പിൽ ഷെയർ ആയിക്കൊണ്ട്, അതുപോലെ ഒരുപാട് ആൾക്കാർ അറിയാതെ സ്റ്റാറ്റസും പോലും ഇട്ടുന്നുണ്ട്. കാര്യം അറിയാതെ ഒരാളും സ്റ്റാറ്റസ് ഇടരുത് കേട്ടോ, ഒരാളും പോസ്റ്ററും ഷെയർ ചെയ്യരുത്. നിങ്ങൾ പോസ്റ്റർ ഷെയർ ചെയ്തതുപോലെ എഡിറ്റാക്കി ഷെയർ ചെയ്തതുപോലെ നിങ്ങൾ സ്റ്റാറ്റസ് ഇട്ടതുപോലെ ഉസ്താദ് ഒന്നില്ല. ഉസ്താദ് നടുവേദന ഉണ്ട്, അതിനു വേണ്ടി ചികിത്സ ഉസ്താദ് ഹോസ്പിറ്റലിൽ എടുത്തുണ്ട്. സിറാജ് ഉസ്താദ് ബേജാറാവുന്ന തരത്തിലുള്ള ഒരു പോസ്റ്ററും നിങ്ങൾ അറിയാതെ ഷെയർ ചെയ്യരുത്. കാര്യം അറിയാതെ നിങ്ങൾക്ക് തോന്നുന്നത് പോലെ എഡിറ്റാക്കിയിട്ട് ഒരു ഗ്രൂപ്പിലും ഒരു പോസ്റ്ററും ഒരു എഡിറ്റാക്കിയിട്ട് ഒരു ടൈപ്പിംഗ് നിങ്ങൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യരുത്. കർണാടക ഭാഗത്തിൽ ഒരുപാട് ഗ്രൂപ്പിൽ വന്നിട്ടുണ്ട് സിറാജ് ഉസ്താദ് നിഗാ ചികിത്സയിലാണ്, നിഗാ ചികിത്സ എടുത്തുകൊണ്ടുണ്ട്, ഉസ്താദ് നിഗാ ഘട്ടത്തിൽ ചികിത്സ എടുത്തുകൊണ്ട് പറഞ്ഞാൽ അത് എവിടേക്കോ എത്തി മാറ്റർ. സിറാജ് ഉസ്താദിന്റെ മനസ്സ് വേദനിപ്പിക്കുന്നത് പോലെ, സിറാജ് ഉസ്താദ് ബേജാറാവുന്നത് പോലെ ഒരു തരത്തിലുള്ള പോസ്റ്ററും നിങ്ങൾ അറിയാതെ ഷെയർ ചെയ്യരുത്. നിങ്ങൾ കാര്യം മനസ്സിലാക്കിയിട്ട് നിങ്ങൾ കാര്യം അറിഞ്ഞിട്ട് നിങ്ങൾ ഷെയർ ചെയ്താൽ ഉസ്താദിന് ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ പോസ്റ്റർ വന്നിട്ടുണ്ട്, അത്രേ ഉള്ളൂ. അതിന് എഡിറ്റ് ആക്കിയിട്ട് ടൈപ്പ് ആക്കിയിട്ട് ഇടാൻ നിങ്ങളോട് ആരാ പറഞ്ഞത്? കാര്യം അറിയാതെ ഒന്നും ഷെയർ ചെയ്യരുത്, കാര്യം മനസ്സിലാക്കിയിട്ട് അറിഞ്ഞിട്ട് ഷെയർ ചെയ്തല്ലോ. ഓക്കെ, സിറാജ് ഉസ്താദ് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്തു. അസ്സലാമു അലൈക്കും. നോക്കൂ, ഇതിലും ആ ചെറുപ്പക്കാരൻ പറയുന്നത് ഉസ്താദിന് നടുവേദനയാണ്, അല്ലാതെ മറ്റൊരു പ്രശ്നങ്ങളൊന്നുമില്ല എന്നാണ്. പക്ഷെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറെ ആളുകൾ അത് പല രീതിയിൽ അതൊരു ഫേക്ക് ആക്കിക്കൊണ്ട് അദ്ദേഹത്തിന് എന്തോ വിധ മാറാ രോഗങ്ങളാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല രീതിയിൽ വീഡിയോകളൊക്കെ ഇങ്ങനെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് ഇത്തരം ആളുകൾക്ക് അത് ചെയ്യാൻ സാധിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നോക്കൂ, ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു മതപ്രഭാഷകനാണ് അദ്ദേഹം. ഞാൻ മാത്രമല്ല, ഒരുപാട് ആളുകൾ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രഭാഷണ ശൈലിയും അദ്ദേഹത്തിൻ്റെ ആ ഒരു പുഞ്ചിരിച്ച മുഖവും അദ്ദേഹത്തിൻ്റെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, മനസ്സിൽ തട്ടിയുള്ള ഓരോ വാക്കുകളും പ്രഭാഷണങ്ങളും ആരെയും വല്ലാതെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന പ്രഭാഷണങ്ങളാണ്. ഏതായാലും നമുക്കിവിടെ പ്രധാനമായും വേണ്ടത് പ്രാർത്ഥനയാണ്, ദുആയാണ്. ലോകത്തെ ഏറ്റവും വലിയ വജ്രായുധം അത് പ്രാർത്ഥനയാണ്, ദുആയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനകളിൽ ഉസ്താദിനെ ഉൾപ്പെടുത്താൻ മറക്കരുത്. എത്രയും വേഗം അദ്ദേഹത്തിൻ്റെ എല്ലാവിധ രോഗങ്ങളും, അദ്ദേഹത്തിന് എന്ത് പ്രയാസമുണ്ടോ, എന്ത് ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ടോ അതെല്ലാം മാറിക്കൊണ്ട് തിരിച്ച് ഊർജ്ജസ്വലനായി പൂർണ്ണ ആരോഗ്യവാനായി അദ്ദേഹത്തിന് തിരിച്ചെത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ.